വിശുകാര സ്നേഹമുള്ളവരെ, നേതൃത്വ ശുശ്രൂഷകള് നെറ്റിയിലെ വിശ്വാസത്തിന്റെ, സ്നേഹത്തിന്റെ, സമാധാനത്തിന്റെ, സംരക്ഷണത്തിന്റെ മുദ്ര വരച്ച് നമുക്ക് ഈ ശുശ്രൂഷകൾ ആരംഭിക്കാം. എൻ്റെ തമ്പുരാനെ, വിശുദ്ധ കുരിശിന്റെ അടയാളത്താൽ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കാൻ ഞങ്ങളുടെ തമ്പുരാനെ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇന്നത്തെ ദിവസം നമ്മൾ ഓരോരുത്തരും ദൈവസന്നിധിയിൽ ആയിരിക്കുകയാണ്. നമ്മളിന്ന് പ്രഭാതത്തിന് വിളിച്ചുണർത്തിയ ആ വലിയ ദൈവത്തിന് നന്ദി പറയാനായിട്ട് നമ്മൾ ഒരുമിച്ച് കൂടിയിരിക്കുകയാണ്. എത്രയോ മക്കള് ഇന്ന് ഈ ലോകം പിരിഞ്ഞുപോയി. എന്നാൽ കർത്താവിന്റെ കാരുണ്യം കൊണ്ട്, അവിടുത്തെ ജീവശ്വാസം വീണ്ടും ഊതിത്തന്നത് കൊണ്ട് നമ്മൾ ഇന്ന് എഴുന്നേറ്റു. ആ ദൈവത്തിന് നമ്മൾ നന്ദി പറയാനായിട്ട് മറന്നുപോയോ? പ്രിയമുള്ള ദൈവജനമേ, നമ്മൾ ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ കർത്താവ് നൽകിയ നന്മകളെ പറ്റി നമുക്ക് ചിന്തിക്കാം. അവിടുത്തെ ആഴത്തെ പറ്റി നമുക്ക് ധ്യാനിക്കാം. ഈശോയുടെ പ്രിയമുള്ളവരെ, നമ്മൾ ഈ നിമിഷം പാടി സ്തുതിക്കുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായം 33-ാം വാക്യത്തിൽ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്: നിങ്ങൾ ആദ്യം അവിടുത്തെ രാജ്യവും അവിടുത്തെ നീതിയും അന്വേഷിക്കുക, ബാക്കിയുള്ളതെല്ലാം കർത്താവ് കൂട്ടിച്ചേർത്ത് തരും. നമുക്ക് ഇന്നത്തെ ദിവസം ദൈവത്തിന്റെ രാജ്യം അന്വേഷിക്കുന്നവരാകാം, ദൈവത്തിന്റെ നീതി തേടുന്നവരാകാം. ആ ദൈവനീതിയിൽ ഉറച്ചു നിൽക്കാം. നമുക്ക് ഈ ലോകത്ത് വേണ്ട ഭൗതികമായതെല്ലാം കർത്താവിനറിയാം. നിനക്ക് എന്തൊക്കെ ആവശ്യമുണ്ട്, ഏതൊക്കെ സമയത്ത് നിനക്ക് അതൊക്കെ നൽകപ്പെടണമെന്ന് ദൈവം നിശ്ചയിച്ച സമയത്ത് അതെല്ലാം നമുക്ക് നൽകപ്പെടും. നമ്മൾ ചെയ്യേണ്ടത് ഒരൊറ്റ കാര്യം മാത്രം: ദൈവത്തിന്റെ രാജ്യവും നീതിയും അന്വേഷിക്കുക. പ്രിയജനമേ, നമുക്ക് ദൈവരാജ്യത്തില് ഒന്നു ചേരാം. അവിടുന്ന് പ്രാർത്ഥിച്ചാൽ ഉത്തരം തരുന്നവനാണ്, യാചിച്ചാല് മറുപടി തരുന്നവനാണ്. ആ ദൈവസന്നിധിയില് നമുക്ക് പാട്ടുപാടി ആരാധിക്കാം. ഈ പ്രാർത്ഥനയുടെ നിമിഷമെല്ലാം നമുക്കിങ്ങനെ മനസ്സിൽ പറയാം. ലൂക്കാ 1:37, ദൈവത്തിന് എല്ലാം സാധ്യമാണ്. എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുക, ദൈവത്തിന് എല്ലാം സാധ്യമാണ്. ഇത് നമ്മുടെ ഇന്നത്തെ ചിന്താ വിഷയം പോലെ, ഇന്നത്തെ ധ്യാനാത്മകം പോലെ നമുക്ക് പറയാം, കർത്താവിന് എല്ലാം സാധ്യമാണ്. എന്റെ ജീവിതത്തിൽ അസാധ്യമെന്ന് കരുതുന്നതെല്ലാം ദൈവത്തിന് സാധ്യമാണ്. യാചിച്ചാൽ മറുപടി തരുന്നവനാണ്. ആ സമയത്ത്
അനുഗ്രഹം നൽകും നിശ്ചയം മാറാത്ത
സമാധാനം നൽകും നിശ്ചയം. പ്രാർത്ഥിച്ചാൽ ഉത്തരമുണ്ട്, യാചിച്ചാൽ മറുപടിയുണ്ട്, മുട്ടിയാൽ തുറന്നിടും, ചോദിച്ചാൽ ലഭിച്ചിടുമാകും നിശ്ചയം. പ്രാർത്ഥിച്ചാൽ ഉത്തരമുണ്ട്, യാചിച്ചാൽ മറുപടിയുണ്ട്, മുട്ടിയാൽ തുറന്നിടും, ചോദിച്ചാൽ ലഭിച്ചിടുമാകും നിശ്ചയം. നിശ്ചയം നിശ്ചയം ആകും നിശ്ചയം, വാക്കു പറഞ്ഞവൻ മാറുകില്ല. നിശ്ചയം നിശ്ചയം ആകും നിശ്ചയം, വാഗ്ദത്തം അവനകലുകില്ല. പ്രാർത്ഥിച്ചാൽ ഉത്തരമുണ്ട്, യാചിച്ചാൽ മറുപടിയുണ്ട്, മുട്ടിയാൽ തുറന്നിടും, ചോദിച്ചാൽ ലഭിച്ചിടുമാകും നിശ്ചയം. കാരണവനായ ദൈവത്തിന്റെ മുൻപില് പ്രിയമുള്ളവരെ നമ്മൾ പാടി സ്തുതിക്കുകയായിരുന്നു. ദൈവത്തിനൊന്നും അസാധ്യമല്ല എന്ന് നമ്മൾ ഏറ്റുപറയുകയായിരുന്നു. ലൂക്ക 1:37 എന്റെ ദൈവത്തിന് എല്ലാം സാധ്യമാണ്. എല്ലാവരും സംഖ്യ കൈവച്ച് പറയണം കേട്ടോ, എന്റെ ദൈവത്തിന് എല്ലാം സാധ്യമാണ്. ജെറമ്യ പ്രവാചകന്റെ പുസ്തകം 32-ാം അധ്യായം 27-ാം വാക്യത്തിൽ പറയുന്നു, ഞാൻ സകല മർദ്ദരുടെയും ദൈവമായ കർത്താവാണ്, എനിക്ക് അസാധ്യമായി എന്തെങ്കിലും ഉണ്ടോ? ഇവിടെ കർത്താവ് എത്രയോ സ്നേഹത്തോടെ പറയുകയാണ്, ഞാൻ സകല മർദ്ദരുടെയും ദൈവമായ കർത്താവാണ്. നിന്റേതോ എന്റേതോ മാത്രമല്ല, സകലരുടെയും ദൈവമായ കർത്താവ് ചോദിക്കുകയാണ്, എനിക്ക് അസാധ്യമായിട്ട് എന്തെങ്കിലും ഉണ്ടോ? ദൈവത്തിന് അസാധ്യമായിട്ട് ഒന്നുമില്ല എന്ന് ലൂക്കായുടെ സുവിശേഷം 18-ാം അധ്യായം 27-ാം വാക്യത്തിൽ പറയുന്നു. മനുഷ്യർക്ക് ഇത് അസാധ്യമാണ്, എന്നാൽ ദൈവത്തിന് സാധ്യമാണ്. മനുഷ്യരായ നമുക്ക് അസാധ്യമെന്ന് തോന്നുന്ന കാര്യങ്ങള് ദൈവത്തിന് സാധ്യമാണെന്ന് അവൻ വിശുദ്ധ ബൈബിളിലൂടെ നമ്മളെ പഠിപ്പിക്കുന്നുവെങ്കിൽ നമുക്ക് എന്തുകൊണ്ട് അവരുടെ നാമത്തെ വിശ്വസിച്ചുകൂടാ? പ്രിയജനമേ, നമ്മൾ ഈ പ്രൈസ് ആൻഡ് വർഷിപ്പില് ആ ദൈവത്തോട് ചേർന്ന് നിന്നുകൊണ്ട് എല്ലാ കാര്യങ്ങളും സാധ്യമാക്കുന്നതിന്റെ ശക്തനായ ദൈവത്തിന്റെ മുൻപിലാണ് ഞാൻ ആയിരിക്കുന്നത്. എന്നെ സഹായിക്കാമെന്ന് പറഞ്ഞ വ്യക്തികളുടെ മുൻപിലല്ല, എന്നെ തകർക്കാമെന്ന് പറഞ്ഞ ശത്രുക്കളുടെ മുൻപിലല്ല, എന്റെ ബലമുള്ള ദൈവത്തിന്റെ മുൻപിലാണ് ഞാൻ ആയിരിക്കുന്നത്. ഞാനും നിങ്ങളും ഒരുപാട് പ്രശ്നങ്ങളുടെയും പ്രതിസന്ധികളുടെയും നടുവിലാണ്. നമ്മളെല്ലാവരും ഒരു രീതിയിൽ അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ ദുഃഖിതരാണ്, രോഗികളാണ്, വേദന അനുഭവിക്കുന്നവരാണ്. നമ്മുടെ ജീവിതത്തിൽ ഇനിയും ഉണ്ടാകുന്ന നിറവേറ്റപ്പെടാത്ത ആഗ്രഹങ്ങൾ ഉണ്ടാകാം, നമ്മുടെ ജീവിതത്തിൽ മുറിപ്പെടുത്തുന്ന ഓർമ്മകൾ ഉണ്ടാകാം, നമ്മൾ ഒറ്റപ്പെട്ടു പോകുന്ന അനുഭവങ്ങൾ ഉണ്ടാകാം. പ്രിയമുള്ളവരെ, നിശബ്ദമായിട്ട് സഹിക്കാനല്ലാതെ മൗനമായ ദുഃഖങ്ങളും പേർ നടക്കുന്ന നമ്മുടെ ഓരോരുത്തരുടെ ഹൃദയത്തിലേക്ക് ഈശോയെ ഒതുങ്ങി നോക്കുകയാണ്. പ്രിയ കുഞ്ഞെ, നീ എന്റേതാണ്, എനിക്ക് അസാധ്യമായിട്ട് എന്തെങ്കിലും ഉണ്ടോ? നീ വിചാരിക്കുന്ന മനുഷ്യർക്ക് സാധിക്കാത്ത കാര്യങ്ങള് സാധ്യമാക്കുവാൻ ശക്തനായ ഞാൻ നിന്റെ കൂടെയില്ലേ? ആ ദൈവത്തിന്റെ സ്നേഹം അനുഭവിച്ചറിഞ്ഞുകൊണ്ട് ഈശോ എന്നെ കാണുന്നു, എന്നെ കേൾക്കുന്നു എന്നുള്ള ആ വലിയ വിശ്വാസത്തിൽ നിറഞ്ഞു നിന്നുകൊണ്ട് നമുക്ക് ഈ നിമിഷം ഒന്ന് സ്തുതിക്കാം. 139-ാം സങ്കീർത്തനം 1 മുതലുള്ള വാക്യങ്ങളിൽ പറയുന്നു, കർത്താവെ, അവിടുന്ന് എന്നെ പരിശോധിച്ചറിഞ്ഞിരിക്കുന്നു. ഞാൻ ഇരിക്കുന്നത് അറിയുന്നു, ഞാൻ എഴുന്നേൽക്കുന്നത് അറിയുന്നു, എന്റെ വിചാരങ്ങൾ നീ അറിയുന്നു. ഞാൻ എന്റെ നാവില് ഒരു വാക്കെത്തുന്നതിന് മുൻപ് തന്നെ നീ അത് അകലിൽ നിന്ന് മനസ്സിലാക്കുന്നു. എന്റെ കിടപ്പും നടപ്പും നീ പരിശോധിച്ചറിയുന്നു. എന്റെ വിചാരങ്ങൾ അങ്ങേക്ക് അജ്ഞാതമല്ല. ഞാൻ ആകാശത്തിൽ കയറിയാൽ അങ്ങ് അവിടെയുണ്ട്, ഞാൻ പാതാളത്തിൽ കിടക്ക വിരിച്ചാൽ അങ്ങ് അവിടെയുണ്ട്. കർത്താവെ, ഞാൻ മുന്നിൽ നിന്ന് എവിടെ ഓടി ഒളിക്കും? ഈ ഒരു സ്നേഹത്തിന്റെ മുൻപിൽ നിന്ന് നമുക്ക് മറച്ചു പിടിക്കാനായിട്ട് കണ്ണുനീരുണ്ടോ? നമുക്ക് മറച്ചു പിടിക്കാനായിട്ട് രഹസ്യമായ ദുഃഖങ്ങളുണ്ടോ? ഒന്നുമില്ലാത്ത നമ്മളെ കാണുന്ന, നമ്മുടെ ഇരിപ്പും നടപ്പും കിടപ്പും പരിശോധിച്ചറിയുന്ന ആ നല്ലവനായ ദൈവത്തിന്റെ മുൻപില് എല്ലാം സാധ്യമാക്കാമെന്ന് പറഞ്ഞ ആ കർത്തനായ ദൈവത്തിന്റെ മുൻപില് നമ്മളെ തന്നെ വിട്ടുകൊടുത്തുകൊണ്ട് നമുക്ക് ഏറ്റവും ഉയർന്ന സ്വരൂപീശോയെ നന്മ നിറഞ്ഞ മറിയമേ, സുസ്തി, കർത്താവ് അങ്ങയുടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു.
അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. മറിയമേ സുസ്ഥി, കർത്താവ് അങ്ങയുടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സുസ്ഥി, കർത്താവ് അങ്ങയുടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം 35 മുതലുള്ള തിരുവചനത്തിൽ നാം കാണുന്നു, ദൈവത്തിന്റെ ദൂതൻ പരിശുദ്ധ അമ്മയുടെ അടുക്കിലേക്ക് വന്ന് മംഗളവാർത്ത അറിയിക്കുന്ന സംഭവം തിരുവചനത്തിലൂടെ നാം വായിക്കുന്നു. ഗബ്രിയേൽ ദൈവദൂതൻ ജനിക്കാൻ പോകുന്ന ശിശുവിനെ കുറിച്ച് പരിശുദ്ധ അമ്മയോട് പറഞ്ഞപ്പോൾ അമ്മ അസ്വസ്ഥയായി. അമ്മ അസ്വസ്ഥയാകുക മാത്രമല്ല, ദൂതൻ പറയുന്ന കാര്യങ്ങളെ കുറിച്ച് കേട്ട് അതിനെക്കുറിച്ച് ചിന്തിച്ചിരുന്ന മാതാവ് ഗബ്രിയേൽ ദൂതനോട് ചോദിക്കുന്നുണ്ട്, ഇത് എങ്ങനെ സംഭവിക്കുമെന്ന്. ദൂതൻ പറഞ്ഞു, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ ആവസിക്കും, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും എന്ന് പറഞ്ഞ വാക്കുകൾ കേട്ട് മറിയം ദൈവത്തിന്റെ ദൂതനോട് ഇതെങ്ങനെ സംഭവിക്കുമെന്ന് ചോദിച്ചപ്പോൾ മാലാഖയുടെ മറുപടി കേട്ട് അമ്മ പറഞ്ഞു, ഇതാ കർത്താവിന്റെ ദാസി. പരിശുദ്ധ അമ്മ ഇതാ കർത്താവിന്റെ ദാസി എന്ന് പറഞ്ഞ ആ നിമിഷം മുതൽ പരിശുദ്ധ അമ്മയില് ദൈവിക ശക്തി വന്ന് നിറയുകയും അമ്മ ആ ഉദരത്തിലായിരിക്കുന്ന ശിശുവിനെ സ്വീകരിച്ചുകൊണ്ട് പരിശുദ്ധ അമ്മയുടെ ജീവിതം മുന്നോട്ട് പോവുകയാണ്. ആ അമ്മയെ ഈ സമയം നമ്മുടെ ജീവിതത്തിലേക്കും നമുക്ക് കൊണ്ടുവരാം. നമ്മുടെ ജീവിതത്തിൽ ഒത്തിരിയേറെ പ്രശ്നങ്ങളും പ്രയാസങ്ങളും പ്രതിസന്ധികളും വേദനകളിലൂടെയും നാം കടന്നു പോകുമ്പോൾ നമ്മളൊക്കെ അസ്വസ്ഥരാകാറുണ്ട്. പരിശുദ്ധ അമ്മ അസ്വസ്ഥയായെങ്കിൽ നമ്മളുമൊക്കെ അസ്വസ്ഥരാകുന്നുണ്ട്. എന്നാൽ അസ്വസ്ഥരാകുക മാത്രമല്ല, നമ്മൾ അസ്വസ്ഥരാകുമ്പോൾ അതിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കണം. നമ്മൾ എടുത്തു ചാടി നമ്മുടെ വിഷമതകൾ കണ്ടുകൊണ്ട് നമ്മുടെ പ്രയാസങ്ങൾ കൊണ്ട് നിരാശപ്പെട്ടു പോകാതെ അമ്മയുടെ ജീവിത മാതൃക നമ്മുടെ ജീവിതത്തിലേക്ക് സ്വീകരിച്ചുകൊണ്ട് പരിശുദ്ധ അമ്മയോട് നമ്മൾ ഓരോ മക്കളും പ്രാർത്ഥിക്കണം. ജീവിതത്തിലെ പ്രയാസങ്ങളിൽ നമ്മൾ അസ്വസ്ഥരാകാൻ മാത്രമല്ല, ദൈവത്തോട് നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ട് ദൈവത്തോട് നമ്മൾ ഉത്തരം ചോദിക്കുവാനും കൂടി തയ്യാറാകണം. പരിശുദ്ധ അമ്മ ഉത്തരം ചോദിച്ചു, ഇതെങ്ങനെ സംഭവിക്കുമെന്ന്. ഇതുപോലെ നമ്മുടെ ജീവിത പ്രശ്നങ്ങളിലും ദൈവത്തോട് നമ്മൾ ഉത്തരം ചോദിക്കണം. ദൈവം അപ്പം നമുക്ക് ഓരോരുത്തർക്കും മറുപടി തരും. ഈ സമയം നമുക്ക് ദൈവത്തോട് ഉത്തരം ചോദിക്കുന്നവരായി അസ്വസ്ഥരാകാൻ മാത്രമല്ല, ദൈവത്തിന്റെ ഇടപെടല് എങ്ങനെയെന്ന് അറിയുവാനായിട്ട് ദൈവത്തോട് നമുക്ക് ഉത്തരം ചോദിച്ചുകൊണ്ട് നമ്മുടെയൊക്കെ ജീവിതത്തെയും നമുക്ക് ക്രമീകരിക്കാം. അതിനാൽ നമുക്ക് പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് നമ്മളെ തന്നെ പരിപൂർണമായി സമർപ്പിച്ചുകൊണ്ട് നമുക്ക് അമ്മയോടത്ത് ഈ സമയം ഈശോയെ നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. യേശുവേ സ്തോത്രം. കടന്നു വരുവാനാണ് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവേ ഈ സമയം ഞങ്ങളിൽ ഓരോരുത്തരും വന്ന് നിറയണമേ. എല്ലാ പ്രതിസന്ധികളെയും അമ്മയെ പോലെ നേരിടുവാനുള്ള കരുത്തും ശക്തിയും ധൈര്യവും ഞങ്ങൾക്ക് തരണമേ എന്ന് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഈ സമയം നമുക്ക് നമ്മുടെ കത്തോലിക്ക സഭയെ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്ന് സഭ ഒത്തിരി പ്രയാസങ്ങളിലൂടെയും പ്രശ്നങ്ങളിലൂടെയും കടന്നു പോവുകയാണ്. ഈ പ്രശ്നങ്ങളും പ്രയാസങ്ങളും നമ്മൾ കേൾക്കുമ്പോൾ സഭയുടെ നെഞ്ച് പിടയുന്നത് പോലെ നമ്മുടെ ഓരോരുത്തരുടെയും നെഞ്ച് പിടയുന്നവരായി നമുക്ക് മാറണം. നമ്മുടെ ചങ്കിൽ വേദന തട്ടിയാൽ മാത്രമേ നമ്മൾ സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയുള്ളൂ. പരിശുദ്ധ അമ്മ ഇന്ന് സഭയ്ക്ക് വേണ്ടിയിട്ട് ഒത്തിരിയേറെ വേദനിച്ചുകൊണ്ടിരിക്കുകയാണ്. അമ്മയോടൊത്ത് ആ വേദനയിലും നമുക്ക് പങ്കുചേരാം.
അമ്മയോടൊത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. അമ്മയുടെ കരുത്ത് സഭയ്ക്ക് ലഭിക്കുന്നതിനായി, സഭയിലുള്ള ഓരോരുത്തർക്കും ലഭിക്കുന്നതിനായി നമുക്ക് പ്രാർത്ഥിക്കാം. മാർപ്പാപ്പയെ നമുക്ക് സമർപ്പിക്കാം. എല്ലാ മെത്രാന്മാരെയും വൈദികരെയും എല്ലാ സിസ്റ്റേഴ്സിനെയും സമർപ്പിക്കാം. അവരുടെ വേദന നമ്മുടെ വേദനയാക്കി മാറ്റിക്കൊണ്ട് നമുക്ക് അമ്മയോടൊത്ത് ഈ ഗാനം ആലപിക്കാം. അമ്മേ അമ്മേ സമയമമ്മേ ഈ നിന്ദനമേൽക്കുമ്പോൾ എൻ ചങ്കു പിഴയ്ക്കുന്നു. അമ്മേ 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 സമയമമ്മേ ഈ നിന്ദനമേൽക്കുമ്പോൾ എൻ ചങ്കു പിഴയ്ക്കുന്നു. തിരുസഭകളിയെ അവഹേളനമേൽക്കുമ്പോൾ സഭയെ കാക്കും കാവലാളായി എന്നെ മാറ്റണമേ. തിരുസഭതന വഴിയെ അവഹേളനമേൽക്കുമ്പോൾ സഭയെ കാക്കും കാവലാളായി എന്നെ മാറ്റണമേ. അമ്മേ 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 സമയമമ്മേ നീ നിന്ദനമേൽക്കുമ്പോൾ എൻ ചങ്കു പിഴയ്ക്കുന്നു. ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്ന നമുക്ക് ഓരോരുത്തർക്കും അമ്മയോട് എപ്പോഴും പ്രാർത്ഥിക്കുന്നവരായി തീരാം. ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്ന നമുക്ക് എല്ലാവർക്കും സ്വർഗത്തിൽ പോകുവാൻ അണിതുയർത്തിയ തിരുസഭയെ ഭൂദാശകളാം തൂണിന്മേൽ കരുത്തു നൽകി വളർത്തിനി. പത്രോസാകും പാറമേ കരുത്തിയെത്തിയ തിരുസഭയെ ഭൂദാശകളാം തൂണിന്മേൽ കരുത്തു നൽകി വളർത്തിനി. സാർവത്രികവും സൈനികവും സർവമതത്വം മുടിചൂടി സർവാലങ്കൃതയായി നിൽക്കും തിരുസഭമാതാവേ. സാർവത്രികവും സൈനികവും സർവമതത്വം മുടിചൂടി സർവാലങ്കൃതയായി നിൽക്കും തിരുസഭമാതാവേ. നമുക്ക് ഈ നിമിഷം നമ്മുടെ സർവശക്തനായ ദൈവത്തെ നമുക്ക് സ്തുതിച്ച് ആരാധിച്ച് മഹത്വപ്പെടുത്തി ഗാനം ആലപിക്കാനായിട്ട് പോവുകയാണ്. പ്രഭാഷന്റെ പുസ്തകം 43-ാം അധ്യായം 30-ാം വാക്യത്തിൽ പറയുന്നു, എല്ലാ കഴിവും ഉപയോഗിച്ച് കർത്താവിനെ സ്തുതിക്കുക. എത്ര സ്തുതിച്ചാലും അവിടുന്ന് പരിധിയിലെത്തുകയില്ല. അത്രമാത്രം സർവശക്തനായ ആ ദൈവത്തിന്റെ കരുണയെ പ്രകീർത്തിച്ചുകൊണ്ട് നമ്മുടെ ജീവിതകാലം മുഴുവൻ സ്തുതി പാടുന്നതായിരിക്കട്ടെ. പ്രഭാഷന്റെ പുസ്തകം 43:27 പറയുന്നു, എല്ലാത്തിന്റെയും സാരം ഇതാണ്, കർത്താവിനെ സ്തുതിക്കുക. അവിടെ നിന്നാണ് സർവശക്തൻ. ആ ദൈവത്തോട് ചേർന്ന് നിന്നുകൊണ്ട് നമുക്ക് ആനന്ദത്തോടെ എല്ലാം മറന്ന് സ്തുതിച്ച് ആരാധിച്ച് നമുക്ക് കൈയടിച്ച് പാട്ടുപാടി ഈശോയ്ക്ക് വേണ്ടിയിട്ട് എല്ലാ മഹത്വവും കർത്താവിന് കൊടുത്തുകൊണ്ട് പാടാം. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി കർത്താവേ സ്തോത്രം. പരിശുദ്ധാത്മാവേ നന്ദി. ഹല്ലേലൂയ. യേശുവേ നന്ദി കർത്താവേ സ്തോത്രം. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ നന്ദി കർത്താവേ സ്തോത്രം. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ യേശുവേ നന്ദി. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി കർത്താവേ സ്തോത്രം. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ നന്ദി കർത്താവേ സ്തോത്രം. പരിശുദ്ധാത്മാവേ നന്ദി. പരിശുദ്ധാത്മാവേ നന്ദി. പരിശുദ്ധാത്മാവേ നന്ദി. പരിശുദ്ധാത്മാവേ നന്ദി. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി കർത്താവേ സ്തോത്രം. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. Hallelujah.
സുതനെ തിരുവര സുതനെ ആനന്ദഗാനങ്ങൾ പാടി പുകഴ്ത്തി ഞാനെന്നും സ്തുതിക്കും. ശാപത്തിൽ നിന്നും എന്റെ പ്രാണനെ കാത്തവനെന്നും പാപത്തിൽ ശാപത്തിൽ നിന്നും എന്റെ പ്രാണനെ കാത്തവനെന്നും സ്നേഹം അൻപിനുള്ളിന്നും ഞാനെന്നും സ്തുതിക്കും പരമേ തിരുവര സുതനെ ആനന്ദഗാനങ്ങൾ പാടി പുകഴ്ത്തി ഞാനെന്നും സ്തുതിക്കും. ആയിരം നാവുകളാലും 10,000 വാക്കുകളാലും 1000 നാവുകളാലും 10,000 വാക്കുകളാലും ആദിത്യ സ്നേഹം വർണ്ണിപ്പതുമായി ഞാനെന്നും സ്തുതിക്കും പരനെ തിരുവര സുതനെ ആനന്ദഗാനങ്ങൾ പാടി പുകഴ്ത്തി ഞാനെന്നും സ്തുതിക്കും. നിത്യതന്നെ ഞാനെത്തും നിന്റെ സത്യമാകുന്ന ഞാൻ ഒത്തും. നിത്യത തന്നെ ഞാനെത്തും നിന്റെ സത്യമാകുന്ന ഞാൻ ഒത്തും. ഭക്തിയാനന്ദ സംഗീതം നീട്ടി ഞാനെന്നും സ്തുതിക്കും പരനെ തിരുവര സുതനെ ആനന്ദഗാനങ്ങൾ പാടി പുകഴ്ത്തി ഞാനെന്നും സ്തുതിക്കും പരനെ തിരുവര സുതനെ ആനന്ദഗാനങ്ങൾ പാടി പുകഴ്ത്തി ഞാനെന്നും സ്തുതിക്കും. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി കർത്താവേ സ്തോത്രം കർത്താവേ നന്ദി. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ നന്ദി കർത്താവേ സ്തോത്രം. പരിശുദ്ധാത്മാവേ നന്ദി പരിശുദ്ധാത്മാവേ നന്ദി പരിശുദ്ധാത്മാവേ നന്ദി പരിശുദ്ധാത്മാവേ നന്ദി. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തിങ്കലായിരുന്നു, ആ വചനം സത്യദൈവമായിരുന്നു, സത്യദൈവം ത്രിത്വമായിരുന്നു. ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തിങ്കലായിരുന്നു, ആ വചനം സത്യദൈവമായിരുന്നു, സത്യദൈവം ത്രിത്വമായിരുന്നു. ജീവിക്കുന്നു ദൈവം ജീവിക്കുന്നു, എന്നുമെന്നും ദൈവം ജീവിക്കുന്നു. ജീവിക്കുന്നു ദൈവം ജീവിക്കുന്നു, എന്നുമെന്നും ദൈവം ജീവിക്കുന്നു. യേശുനാഥൻ സിനഗോഗുകളിൽ പ്രസംഗിച്ചുകൊണ്ട് നടക്കുകയാണ്. യൂദയായിലെ സിനഗോഗുകളിൽ പ്രസംഗിച്ചു നടക്കുന്നു. ഇതിനകം യേശുവിന്റെ ആ സുവിശേഷ വചനങ്ങളൊക്കെ കേട്ട് ജനങ്ങൾ തിങ്ങിക്കൂടാൻ തുടങ്ങി. യേശു എവിടെ പോയാലും അവിടെ ആളുകളുണ്ട്. അങ്ങനെ ഗനേസറത്ത് കടൽ തീരത്ത് യേശു നിൽക്കുകയാണ്. ജനങ്ങൾ തടിച്ചുകൂടി. അങ്ങനെ യേശു നോക്കിയപ്പോഴവിടെ
2 വള്ളങ്ങൾ അവിടെ കടലിൽ കിടക്കുന്നുണ്ട്, 2 വഞ്ചികൾ. യേശുനാഥൻ അതിലൊരു വഞ്ചിയിൽ കയറി. അത് പത്രോസിന്റെ വഞ്ചിയായിരുന്നു. പത്രോസിന്റെ വഞ്ചിയിലേക്ക് യേശുനാഥൻ കയറി. അവിടെ നിന്നിരുന്ന ആളുകളോട് പ്രസംഗിച്ചു, വചനം പറഞ്ഞു, അവരെ പഠിപ്പിച്ചു. പഠിപ്പിക്കലൊക്കെ കഴിഞ്ഞപ്പോൾ ജനങ്ങളൊക്കെ പോയി. അപ്പോൾ വചനം പറയുന്നു, ലൂക്ക 5 പറയുന്നു, സംസാരിച്ചു തീർന്നപ്പോൾ അവൻ ശിമയോട് പറഞ്ഞു, ആഴത്തിലേക്ക് നീക്കി മീൻ പിടിക്കാൻ വലയിറക്കുക. മീൻ പിടിക്കാനായിട്ട് ആഴത്തിലേക്ക് നീക്കി വലയിറക്കുക. ശിമയോനത് കേട്ടപ്പോൾ രാത്രി മുഴുവൻ കടലിന്റെ അടിത്തട്ട് മുഴുവൻ അരിച്ചു പറക്കിയിട്ടും ഒരു പൊടിമീൻ പോലും പത്രോസിന് കിട്ടിയില്ല. പത്രോസ് വളരെ നിരാശനായിട്ടിരിക്കുകയാണ്. അവർ വലയൊക്കെ കഴുകി ഒക്കെ പണിയൊക്കെ അവസാനിപ്പിച്ചിരിക്കുക. ആ നേരത്താണ് ഈ യുവാവ് പറയുന്നത്, ആഴത്തിലേക്ക് നീക്കി വലയെറിയുക മീൻ പിടിക്കുവാനായിട്ട്. പത്രോസ് പറഞ്ഞു, പത്രോസിന്റെ മനസ്സിൽ പറഞ്ഞു പത്രോസ്, ഗുരു അങ്ങേക്ക് എന്തറിയാം, ഈ കടലിന്റെ ABCD മുഴുവൻ അറിയുന്നവനാണ് ഞാൻ, അങ്ങേക്ക് എന്തറിയാം. പക്ഷെ മനസ്സിൽ പറഞ്ഞു. എങ്കിലും നമ്മുടെ പത്രോസ് ശിമയോൻ പറഞ്ഞു ഇങ്ങനെയാണ്, ഗുരു രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ടും ഞങ്ങൾക്ക് ഒന്നും കിട്ടിയില്ല. എങ്കിലും നീ പറഞ്ഞതനുസരിച്ച് ഞാൻ വലയിറക്കാം. ആ വചനത്തിൽ എൻ്റെ ഒരു പ്രത്യേകതയുണ്ട്. നീ പറഞ്ഞതനുസരിച്ച്, യേശു പറഞ്ഞ ആ വചനം അനുസരിക്കുകയാണ് പത്രോസ്. പത്രോസിനെ അറിയാം, വിഡ്ഢിത്തമാണ് ഈ മനുഷ്യൻ, ഈ ഗുരുനാഥൻ പറയുന്നതെന്ന് അറിയാം. എങ്കിലും അനുസരണ കാണിക്കുന്നവിടെ ആ ഗുരു പറഞ്ഞത് അനുസരിച്ച് വലയിറക്കുകയാണ്. പിന്നെന്താ സംഭവിച്ചത് നമുക്കറിയാം. ആ കടലിന്റെ അടിത്തട്ടിലൊക്കെ ഉണ്ടായിരുന്ന മീനുകൾ മുഴുവൻ പത്രോസ് വലിച്ചെറിഞ്ഞ വലയിലെ ഉള്ളിലേക്ക് ഇങ്ങനെ ഞാൻ മുന്നേ എന്ന പോലെ ഇങ്ങനെ ഓടിക്കേറുകയാണ്. കടലിൽ ആ മീനുകൾക്കൊക്കെ എന്തോ ഒരു ഉന്മേഷം കിട്ടിയ പോലെ പത്രോസിന്റെ വലയിലേക്ക് അവരിങ്ങനെ കുതിച്ചു കയറുകയാണ്. വല നിറഞ്ഞു. നമുക്കറിയാം എന്ത് സംഭവിച്ചെന്നുള്ളത്. വല നിറഞ്ഞു. അവർ വളരെ കഷ്ടപ്പെട്ട് വലിച്ചു കയറ്റാൻ ശ്രമിക്കുകയാണ്. തൊട്ടപ്പുറത്ത് നമ്മുടെ യോഹന്നാനും യാക്കോബും ഉണ്ട്. അവരുണ്ട് അവിടെ സ്നേഹിതന്മാര്. അവരെ വിളിച്ചു, ഏയ് വരൂ വാ, നല്ല കോള് കിട്ടിയിട്ടുണ്ട്. അവര് വന്നു. അവരും മീൻ ഈ വള്ളങ്ങളിലേക്ക് കയറ്റാൻ നോക്കി. 2 പേരുടെയും വള്ളം നിറഞ്ഞ് മുങ്ങാൻ പോവാണ്. വള്ളം മുങ്ങാൻ പോകുന്ന അത്രയും മീനുകൾ അവർക്ക് കിട്ടിയപ്പോൾ പത്രോസിനൊരു കാര്യം മനസ്സിലായി. ഇത് ഒരു സാധാരണ മനുഷ്യനല്ല ഇയാള്. എന്തോ ഒരു ദിവ്യശക്തി മനുഷ്യനുണ്ട്. ഇത് അല്ലാതെ സംഭവിക്കില്ല. വലിയ ഒരു വിശുദ്ധിയുടെ ഒരു നിറകുടമാണ് തൻ്റെ മുന്നിൽ നിൽക്കുന്നതെന്ന് പത്രോസ് മനസ്സിലാക്കി. പത്രോസിന് വലിയൊരു ബോധ്യം വരികയാണ്, ഈ നിൽക്കുന്നത് പ്രപഞ്ചത്തിന്റെ സ്രഷ്ടാവായ യേശുവാണ്. അല്ലെങ്കിൽ ആ സ്രഷ്ടാവിനല്ലാതെ ഇങ്ങനെ ഈ മീനുകളോട് ആജ്ഞാപിക്കാൻ പറ്റില്ല. ആ മീനുകൾ ഈ സ്രഷ്ടാവിന്റെ ഈ ആജ്ഞ ലഭിച്ചപ്പോൾ ഓടിക്കയറിയതാണ്. അങ്ങനെ പത്രോസിന് ഒരു തിരിച്ചറിവുണ്ടാകുകയാണ്, ഞാൻ നിൽക്കുന്നത് എൻ്റെ ഗുരുനാഥന്റെ മുന്നിൽ, എൻ്റെ സ്രഷ്ടാവിന്റെ മുന്നിലാണ് ഞാൻ നിൽക്കുന്നത്. അപ്പോൾ പത്രോസ് പറഞ്ഞൊരു വാചകമുണ്ട്, ആ 2 വള്ളങ്ങളിൽ മുങ്ങാറാകുവോളം മീൻ നിറച്ചു. ശിമോൻ പത്രോസ് ഇത് കണ്ടപ്പോൾ യേശുവിന്റെ കാൽക്കൽ വീണ്, കർത്താവേ എന്നിൽ നിന്ന് അകന്നു പോകണമേ, കർത്താവേ എന്നിൽ നിന്ന് അകന്നു പോകണമേ. പിന്നീട് പറഞ്ഞ വാക്കാണ് നാം ശ്രദ്ധിക്കേണ്ടത്, ഞാൻ പാപിയാണ്. പത്രോസ് പറയാണ്, ഞാൻ പാപിയാണ്, എന്നിൽ നിന്ന് അകന്നു പോകണം, ഗുരു എന്നിൽ നിന്ന് അകന്നു പോകണം, ഞാൻ അങ്ങനെ മുന്നിൽ നിൽക്കാൻ യോഗ്യനല്ല, എനിക്കതിനുള്ള വിശുദ്ധിയില്ല, പാപിയാണ് ഞാൻ. ആ ഒരു മനോഭാവം
ഞാൻ പാപിയാണ് എന്ന തിരിച്ചറിവ്, ആ തിരിച്ചറിവാണ് പത്രോസിനൊരു നീതീകരണമായി മാറിയത്. ആ എളിമയുടെ തലത്തിലേക്ക് പത്രോസ് താഴുകയാണ്. ഞാൻ ഒന്നുമല്ല, ഞാൻ അഹങ്കരിച്ചവനാണ്, ഈ കടലിന്റെ എല്ലാം എനിക്ക് അറിയാമെന്ന് ഞാൻ അഹങ്കരിച്ചവനാണ്, പക്ഷെ എനിക്ക് ഒന്നും അറിയില്ല എന്നിപ്പോൾ മനസ്സിലായി. എല്ലാം അറിയുന്ന ഈ ഗുരുവിന്റെ മുന്നിൽ ഞാൻ ഒരു വട്ടപൂജ്യമാണെന്ന് മനസ്സിലായി. ഞാൻ പാപിയാണ്. ആ പാപിയാണ് എന്ന തിരിച്ചറിവാണ് പത്രോസിന്റെ വിജയത്തിന്റെ കാരണം. പിന്നീട് നമുക്കറിയാം, വചനം പറയുന്നു, അതുപോലെ തന്നെ അവന്റെ പങ്കുകാരായ സബദിപുത്രന്മാർ യാക്കോബും യോഹന്നാനും വിസ്മയിച്ചു. യേശു ശിമയോനോട് പറഞ്ഞു, ഭയപ്പെടേണ്ട, നീ ഇപ്പോൾ മുതൽ മനുഷ്യരെ പിടിക്കുന്നവനാകും. വള്ളങ്ങൾ കരക്കടിപ്പിച്ചതിന് ശേഷം എല്ലാം ഉപേക്ഷിച്ച് അവർ അവനെ അനുഗമിച്ചു. നോക്കൂ, ഇവിടെ സംഭവിക്കുന്നത് ഞാൻ പാപിയാണ് എന്ന ബോധ്യമാണ് പത്രോസ് ലഭിക്കുന്നത്. അതൊരു ചെറിയ കാര്യമല്ല. നമ്മൾ ഇപ്പോഴൊക്കെ നമുക്കറിയാം, പലരും ഞാൻ കാര്യമായിട്ടൊന്നും പാപം ചെയ്യുന്നില്ല, ഞാനിങ്ങനെ അത്ര വലിയ പ്രശ്നമൊന്നുമില്ലാത്ത മനുഷ്യനാണെന്നുള്ള ധാരണ പലർക്കും ഉണ്ട്, നമ്മളിൽ പലർക്കും ഉണ്ട്. ഞാനിപ്പോൾ എന്താ അത്ര വലിയ പാപം ചെയ്യുന്നില്ല, വ്യഭിചാരം ചെയ്യുന്നില്ല, കക്കാൻ പോകുന്നില്ല, കൊല്ലുന്നില്ല, ഞാൻ ഒരു പാപിയല്ല. അങ്ങനെ ഒരു ബോധ്യമുണ്ടെങ്കിൽ ഈ പത്രോസ്ലീഹ പറഞ്ഞ വാചകം നോക്കണം, ഞാൻ പാപിയാണ്, ദയവായി എന്നിൽ നിന്നും അകന്നു പോകണം എന്നാ പറയുന്നത്. അത് എളിമ കൊണ്ട് പറയുന്നതാണ്. ഞാൻ ആ പത്രോസിന്റെ അങ്ങേയറ്റുള്ള എളിമയാണ് അവിടെ കാണുന്നത്. ആ എളിമയാണ് അവിടെ പത്രോസിനെ ഉയർത്തുന്നത്. എന്താ സംഭവിച്ചത്? സഭയുടെ ആ അജപാലന ദൗത്യം, സഭയുടെ ആ നേതൃത്വം പത്രോസിനെ ഏൽപ്പിക്കുകയാണ്. അതാണ് ഇവിടെ സംഭവിക്കുന്നത്. ഞാൻ പാപിയാണ് എന്ന് പത്രോസിന്റെ തിരിച്ചറിവ്. ഇതിന് സമാനമായ ഒരു ഭാഗം, മറ്റൊരു ഭാഗം നമുക്ക് ബൈബിളിൽ കാണാൻ പറ്റും. ലൂക്കായുടെ സുവിശേഷത്തിൽ 23-ാം അധ്യായത്തിലെ 39 മുതലുള്ള വാക്യങ്ങൾ. കുരിശിൽ തൂക്കപ്പെട്ടിരുന്ന കുറ്റവാളികൾ ഒരുവൻ അവനെ ദുഷിച്ചു പറഞ്ഞു, നീ ക്രിസ്തുവല്ലേ, നിന്നെയും ഞങ്ങളെയും രക്ഷിക്കുക. അവരൻ അവനെ ശകാരിച്ചു പറഞ്ഞു, നല്ല കള്ളനാണ്. ആ നല്ല കള്ളൻ പറഞ്ഞത് ഇങ്ങനെയാണ്, നീ ദൈവത്തെ ഭയപ്പെടുന്നില്ലേ? നീയും അതേ ശിക്ഷാവിധിയിൽ തന്നെയല്ലേ? നമ്മുടെ ശിക്ഷാവിധി ന്യായമാണ്. നമ്മുടെ പ്രവൃത്തികൾക്ക് തക്ക പ്രതിഫലം നമുക്ക് ലഭിച്ചിരിക്കുന്നു. ഇവൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. അവൻ തുടർന്നു, യേശുവേ, നീ നിന്റെ രാജ്യത്ത് പ്രവേശിക്കുമ്പോൾ എന്നെയും ഓർക്കണമേ. ഓർക്കുക, ആ ഭാഗം കുരിശിൽ കിടന്ന് പിടയുന്ന യേശുവിന്റെ ഇരുഭാഗങ്ങളിലും തൂങ്ങിക്കിടക്കുന്ന ആ 2 കള്ളന്മാരിൽ ഒരുവൻ അപഹസിച്ചു പറഞ്ഞപ്പോൾ, പരിഹസിച്ചു പറഞ്ഞപ്പോൾ, നിന്ദിച്ചു പറഞ്ഞപ്പോൾ, നല്ല കള്ളൻ, ആ കള്ളൻ പറഞ്ഞത്, ആ വാക്കുകൾ വളരെ ശ്രദ്ധിക്കണം. നീ ദൈവത്തെ ഭയപ്പെടുന്നില്ലേ? നീയും അതേ ശിക്ഷാവിധിയിൽ തന്നെയല്ലേ? നമ്മുടെ ശിക്ഷാവിധി ന്യായമാണ്. അതൊരു അഡ്മിറ്റിംഗ് ആണ്. അതായത് ഞാൻ തെറ്റുകാരനാണ്, ഞാൻ വഞ്ചകനാണ്, കൊലയാളിയാണ് എന്ന ആ ഒരു സത്യം, അത് പാപിയാണ് എന്ന സത്യം അവനോട് ഏറ്റുപറയുകയും ചെയ്യുന്നത്. ആ സത്യം അവൻ അംഗീകരിക്കുകയും ചെയ്യുന്നത്. ഞാൻ തെറ്റുകാരനാണ്, പാപിയാണ് എന്ന് യേശുവിനോട് ഇൻഡയറക്റ്റായിട്ട് ഏറ്റുപറയുന്നൊരു ഭാഗമാണ് ഈ ഭാഗത്ത് കാണുന്നത്. നമ്മുടെ ശിക്ഷാവിധി ന്യായമാണ്. നമ്മുടെ പ്രവൃത്തികൾക്ക് തക്ക പ്രതിഫലം നമുക്ക് ലഭിച്ചു. കാരണം നമുക്ക് ഈ വിധി നമുക്ക് നീതിയാണത്, നമ്മൾ അർഹിക്കുന്നതാണ്. പക്ഷേ ഇവൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. ഈ നടുവേ കിടക്കുന്ന ഈ മനുഷ്യൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. ആ പറച്ചിലിൽ നിന്നും ഈ കള്ളൻ പ്രഖ്യാപിക്കുകയാണ്, ഒരു തെറ്റും ചെയ്യാത്തൊരു മനുഷ്യൻ, ഒരു തെറ്റും ചെയ്യാത്ത മനുഷ്യൻ, പാപമില്ലാത്ത മനുഷ്യൻ, അത് ദൈവമായിരിക്കണം. ദൈവമായിരിക്കണം എൻ്റെ തൊട്ടടുത്ത് കിടക്കുന്ന, നടുവിൽ കിടക്കുന്ന ഈ മനുഷ്യൻ. അത് തിരിച്ചറിയാണ്. ദൈവമാണ് കിടക്കുന്നത്, പാപമില്ലാത്തവനാണ് കിടക്കുന്നത് തിരിച്ചറിഞ്ഞപ്പോൾ, ഞാൻ പാപിയാണ് എന്ന ബോധ്യം അവന് വന്നപ്പോൾ,
ഇതാ പാപമില്ലാത്ത ഈ മനുഷ്യന്റെ മുന്നിൽ സൈഡിൽ കിടക്കുന്ന ഞാൻ. പിന്നെ അവന് ഒരു തിരിച്ചറിവുണ്ട്, അവന് ഈ ദൈവത്തോട് ചോദിച്ചാൽ പലതും നടക്കും. നമ്മുടെ പ്രവൃത്തികൾക്ക് തക്കതായ പ്രതിഫലമാണ് നമുക്ക് ലഭിച്ചത്. നമുക്ക് ലഭിച്ച ശിക്ഷയിൽ നമുക്കൊന്നും മുറുമുറുക്കാൻ അവകാശമില്ല. കാരണം നമ്മൾ പാപികളാണ്. ഞാൻ പാപിയാണ് എന്ന ബോധ്യം ആ നല്ല കള്ളിനുണ്ടായി. മാത്രമല്ല, തൻ്റെ അരികെ കിടക്കുന്ന വ്യക്തി പാപമില്ലാത്തവനാണ്. പാപമില്ലാത്തവൻ ദൈവമാണ്. അത് വേറൊരു രാജ്യമാണ് അദ്ദേഹത്തിൻ്റെത് എന്ന് അപ്പോഴാണ് ആ നല്ല കള്ളൻ ചോദിച്ചത്, യാചിച്ചത്, യേശുവേ, നീ നിന്റെ രാജ്യത്ത് പ്രവേശിക്കുമ്പോൾ എന്നെയും ഓർക്കണമേ. ഈ മനുഷ്യന്റെ രാജ്യം വേറെ രാജ്യമാണ്. ഈ മനുഷ്യന്റെ രാജ്യത്തിന്റെ വേറെ ലെവലിലാണത്. നമ്മളൊക്കെ ഈ ഇവിടുത്തെ തെറ്റുകുറ്റങ്ങളിൽ പെട്ടതാണ്. പക്ഷെ ഇതല്ല. അപ്പോഴാണ് ബോധ്യമുണ്ടായി, ഈ കിടക്കുന്നത് ദൈവമാണെന്ന് ബോധ്യമുണ്ടായി. അപ്പോഴാണ് ചോദിച്ചത്, വിശ്വാസത്തോടെ ചോദിക്കുക, യേശുവേ, നീ നിന്റെ രാജ്യത്ത് എത്തുമ്പോൾ എന്നെ ഓർക്കണമേ. ആ യാചന, കുരിശിൽ കിടന്ന് വേദന അനുഭവിക്കുമ്പോൾ ആ നല്ല കള്ളം നടത്തിയ യാചന. യേശു എന്താ ചെയ്തത്? തൊട്ടടുത്ത വചനത്തിൽ യേശു പറയുന്നത്, യേശു അവനോട് അരുളി ചെയ്തു, സത്യമായി ഞാൻ നിന്നോട് പറയുന്നു, നീ ഇന്ന് എന്നോടുകൂടെ പർദീസായിലായിരിക്കും. നീ ഇന്ന് എന്നോടുകൂടെ പർദീസിലായിരിക്കും. നാളെ അല്ല മറ്റന്നാൾ എന്നല്ല പറഞ്ഞ്, ഇന്ന് ഞാൻ എൻ്റെ ജീവൻ വെടിഞ്ഞ് പർദീസിൽ പോകുന്ന അതേ നിമിഷം നീയും എന്നോടൊപ്പം പർദീസയിലേക്ക് പ്രവേശിക്കും. എന്തൊരു ആ ഭാഗം നിങ്ങൾ അങ്ങനെ ഒന്ന് ആലോചിച്ച് നോക്കുക. അതായത് ഞാൻ പാപിയാണെന്ന ബോധ്യം ഈ കുരിശിൽ കിടന്നുകൊണ്ട് നമ്മുടെ ഈ നല്ലകളിലുണ്ടാവുന്നു. ആ ബോധ്യത്തിൽ നിന്നും ആ അനുതാപത്തിൽ നിന്നും യാചിക്കുന്നു, ദൈവപുത്രനോട് യാചിക്കുന്നു. അങ്ങനെ ദൈവപുത്രൻ അവന് പറുദീസ കൊടുക്കുകയാണ്. ഒരു ശുദ്ധീകരണ സ്ഥലമില്ല. നമ്മളൊക്കെ മരിച്ചു പോയാല് ഡയറക്റ്റ് സ്വർഗ്ഗത്തിലേക്ക് പോവോ? ഒരു ശുദ്ധീകരണ സ്ഥലമില്ല, ഒന്നുമില്ല. ഉടൻ നീ പർദീസയിലാണെന്ന് പറയുക. ഇവിടെയാണ് ആ വിനയത്തിന്റെ, എളിമയുടെ ആ വിജയം നാം കാണുന്നത്. ലൂക്കായുടെ സുവിശേഷം 19-ാമത്തെ അധ്യായത്തിൽ ആരംഭത്തിൽ തന്നെ സക്കേവൂസിന്റെ ഭവനത്തിൽ എന്ന ഭാഗമാണ്. സക്കേവൂസ് നമുക്കറിയാം, പിടിച്ചുപറിക്കാരൻ, ക്രൂരൻ, ഇങ്ങനെ പിഴിഞ്ഞെടുക്കുന്നവൻ. ആ സക്കേവൂസ് ധനാഢ്യൻ, വലിയ സ്ഥാനങ്ങളുള്ളവനാണ്. പക്ഷെ യേശുവിനെ കാണാനുള്ള ആഗ്രഹം അവനുണ്ടാവും മനസ്സിൽ. പിന്നെ ഓടിയിട്ട് യേശു മുന്നേ ഓടിയിട്ട് ആരും കാണാതെ സിക്കമൂർ മരത്തിന്റെ ആ മണ്ടയിൽ ചെന്നിരിക്കുക. ഏത്? ഈ ധനാഢ്യനായ ഈ മനുഷ്യൻ. അങ്ങനെ പൊക്കം കുറവായ ആ സക്കേവൂസ് യേശുവിന് മുന്നേ ഓടി സിക്കമൂർ മരത്തിന്റെ മുകളിലേക്ക് കയറിയിരിക്കുന്നു. പിന്നെ നമുക്കറിയാം, സിക്കമൂർ മരത്തിന്റെ താഴെ എത്തിയപ്പോൾ യേശു മുകളിലേക്ക് നോക്കി വിളിക്കുന്നു, സക്കേവൂസ്, നീ താഴെ വാ. സക്കേവൂസ് ദാ ഇറങ്ങി വരുന്നു. ഏത്? ധനാഢ്യനായ ഈ മനുഷ്യൻ, പൗരമുഖ്യനായ ഈ മനുഷ്യൻ ഇറങ്ങി വരുന്നു. മരത്തിൽ ഊർന്നിറങ്ങി വരിക. അപ്പോഴാണ് യേശു പറഞ്ഞു, അവൻ ഇറങ്ങി വന്നപ്പോൾ യേശു പറഞ്ഞു, സക്കേവൂസ്, വേഗം ഇറങ്ങി വരിക. ഇന്ന് എനിക്ക് നിന്റെ വീട്ടിൽ താമസിക്കേണ്ടിയിരിക്കുന്നു. നിന്റെ വീട്ടിൽ താമസിക്കാനാണ് ഞാൻ വരുന്നത്. സക്കേവൂസ് ഇതിൽ പരം ഞെട്ടാനുണ്ടോ? ഞെട്ടി ആകെ അന്താളിച്ചു. പിന്നെ സക്കേവൂസിന്റെ പ്രകൃതം മാറുകയാണ്. വളരെ സന്തോഷത്തോടെ പാട്ടും പാടി നമ്മുടെ യേശുവിന്റെ കൈയും പിടിച്ച് ഓടുകയാണ് പിന്നെ വീട്ടിലേക്ക്. എന്റെ ഗുരുനാഥൻ, ഞാൻ കാണാൻ ആഗ്രഹിച്ച ആ ഗുരുനാഥൻ ഇതാ വരുന്നത് എന്റെ വീട്ടിലേക്ക്. അഭിമാനത്തോടുകൂടി വീട് ആ വാതിൽ തുറന്നു സദ്യ ഒരുക്കുകയാണ്. ആ സദ്യ ഒരുക്കുമ്പോൾ അനേകര് വന്നു, പൗരമുഖ്യന്മാരൊക്കെ വന്നു. അവർ പിറുപിറുക്കാൻ തുടങ്ങി. ഈ പാപിയുടെ വീട്ടിലല്ലേ ഈ മനുഷ്യൻ? ഈ യേശുവിന് അറിയില്ലേ ഈ പാപിയാണെന്ന്? അറിയില്ലേ? ആ പിറുപിറുക്ക് കണ്ടപ്പോൾ, അവരെല്ലാവരും പിറുപിറുക്കെന്ന് കേട്ടപ്പോൾ നമ്മുടെ സക്കേവൂസ് മെല്ലെ എഴുന്നേറ്റ്. അവന് മനസ്സിലായി, തന്നെയാണ് ഇവരൊക്കെ ടാർഗറ്റ് ചെയ്യുന്നത്, തന്നെ ലക്ഷ്യം വെച്ചിട്ടാണ് ഇവരൊക്കെ പിറുപിറുക്കുന്നത്. കാരണം എന്റെ കയ്യിലിരിപ്പ് അങ്ങനെയായിരുന്നു. അത് സക്കേവൂസിന് അറിയാം, തന്റെ കയ്യിലിരിപ്പ് അങ്ങനെയാണ്. അപ്പോൾ സക്കേവൂസ് പറഞ്ഞു,
കർത്താവേ, ഇതാ എന്റെ സ്വത്തിൽ പകുതി ഞാൻ ദരിദ്രർക്ക് കൊടുക്കുന്നു. ഒന്നും സംഭവിച്ചില്ല. യേശു ഒന്നും മിണ്ടുന്നില്ല. ജനങ്ങളൊക്കെ വേണമെങ്കിൽ നിശബ്ദരായി ഉണ്ടായിരിക്കും, കേട്ടിട്ട് ആകെ അപ്സെറ്റ് ആയി ഉണ്ടാവും. എന്റെ സ്വത്തിൽ പകുതി ഞാൻ ദരിദ്രർക്ക് കൊടുക്കുന്നു. ആര്? നമ്മുടെ സക്കവൂസേ. ജനങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റിയില്ല. കർത്താവ് ഒന്നും മിണ്ടുന്നില്ല. കർത്താവ് നിശബ്ദനാണ്. അപ്പോൾ വീണ്ടും സക്കവൂസ് പറഞ്ഞു, ആരുടെയെങ്കിലും വക വഞ്ചിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ 4 ഇരട്ടിയായി തിരിച്ചു കൊടുക്കുന്നു. ആ വാചകം, ആരുടെയെങ്കിലും വക വഞ്ചിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ, അതായത് ഞാൻ വഞ്ചകനാണ്, ഞാൻ പാപിയാണെന്നുള്ള അഡ്മിറ്റിങ്ങാണ് കാണുന്നത്. ഞാൻ പാപിയാണ് കർത്താവെ, ഞാൻ വഞ്ചിച്ചെടുത്താണ്. ഈ സ്വത്ത് മുഴുവൻ അന്യരുടെ സ്വത്താണ്. ശരിക്കും എനിക്ക് അർഹതപ്പെട്ടല്ല. ഞാൻ വഞ്ചിച്ചെടുത്തതാണ് ഇതൊക്കെ. ഞാൻ പാപിയാണ്, ഞാൻ കള്ളനാണ് എന്ന് ഏറ്റുപറയുന്നൊരു വചനമാണ് സക്കൈവസിന്റെ ഈ അധരത്തിൽ നിന്നും വന്നത്. ഞാൻ വഞ്ചിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ അത് ഞാൻ വഞ്ചിച്ചെടുത്തു എന്നർത്ഥം. പാപിയാണെന്നുള്ള അഡ്മിറ്റിംഗ്. പത്രോസ് പറഞ്ഞതുപോലെ, നല്ല കള്ളം പറഞ്ഞതുപോലെ സക്കൈവസ് ഇവിടെ പറയുന്നു, ഞാൻ പാപിയാണ്, വഞ്ചിച്ചെടുത്തിട്ടുണ്ട്. അടുത്ത ഭാഗം, ഞാൻ വഞ്ചിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ 4 ഇരട്ടിയായി തിരിച്ചു കൊടുക്കുന്നു. പശ്ചാത്താപം വരണം. പശ്ചാത്താപം. ആ പശ്ചാത്താപത്തിന് പരിഹാരം അവൻ തന്നെ കാണുകയാണ്. അവൻ തന്നെ അവന് സ്വയം ശിക്ഷ വിധിക്കുകയാണ്. ഞാൻ വഞ്ചിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ 4 ഇരട്ടിയായി ഞാൻ തിരിച്ചു കൊടുക്കും. അവൻ തന്നെ അവന്റെ പാപത്തിന് പരിഹാരമായിട്ട് 4 ഇരട്ടിയായി കൊടുക്കുന്നു. അവൻ തന്നെ സ്വയം ശിക്ഷ വിധിക്കുന്നു. ഇപ്പോഴാണ് അതുവരെ നിശബ്ദനായിരുന്ന യേശുനാഥൻ പറഞ്ഞത്. ഇങ്ങനെ പറഞ്ഞത്, യേശു അവനോട് പറഞ്ഞു, ഇന്ന് ഈ ഭവനത്തിന് രക്ഷ ലഭിച്ചിരിക്കുന്നു. ഇന്ന് ഈ ഭവനത്തിന് രക്ഷ ലഭിച്ചിരിക്കുന്നു. സക്കൈവസിന്റെ ഈ വിനയം, എളിമപ്പെടൽ, ഈ ഔന്നത്തിൽ നിന്നുള്ള ഇറങ്ങിവരൽ, ഞാൻ പാപിയാണെന്ന് ഏറ്റുപറച്ചിൽ, ഞാൻ വഞ്ചകനാണെന്ന് ഏറ്റുപറച്ചിൽ, അവിടെയാണ്, അതാണ് സക്കൈവസിന് രക്ഷ കൊടുത്തത്. യേശുനാഥൻ അവന് രക്ഷ കൊടുക്കുകയാണ്. അവന് നിത്യരക്ഷ ലഭിക്കുകയാണ്. ലൂക്കായുടെ സുവിശേഷത്തിൽ തന്നെ 18-ാം അധ്യായത്തിൽ 9 മുതലുള്ള വാക്യങ്ങൾ നമുക്ക് സുപരിചിതമായ ഫരിസായന്റെയും ചുങ്കക്കാരന്റെയും കാര്യമാണ്. പ്രാർത്ഥിക്കാൻ വന്ന 2 പേര്, ദേവാലയത്തിൽ പ്രാർത്ഥിക്കാൻ വന്ന 2 പേര്, ഫരിസായനും ചുങ്കക്കാരൻ. ഫരിസായുടെ പ്രാർത്ഥന നമുക്കറിയാം, ഞാൻ എല്ലാം തികഞ്ഞവനാണ്, ഈ നിൽക്കുന്ന ചുങ്കക്കാരന്റെ പോലെയല്ല എന്നൊക്കെ ഫരിസായൻ വളരെയധികം ഇങ്ങനെ വീമ്പടിച്ച് പറഞ്ഞു. ആ സമയത്ത് ചുങ്കക്കാരനാകട്ടെ ദൂരെ നിന്ന് സ്വർഗത്തിലേക്ക് കണ്ണുകൾ ഉയർത്താൻ പോലും ധൈര്യപ്പെടാതെ മാറത്തടിച്ചുകൊണ്ട്, ദൈവമേ പാപിയായ എന്നിൽ കനിയണമേ എന്ന് പ്രാർത്ഥിച്ചു. ആ വചനം ഒന്ന് ശ്രദ്ധിച്ചു നോക്കുക. ആ ചുങ്കക്കാരനാകട്ടെ ദൂരെ നിന്ന് സ്വർഗത്തിലേക്ക് കണ്ണുകൾ ഉയർത്താൻ പോലും ധൈര്യപ്പെടാതെ മാറത്തടിച്ചുകൊണ്ട്, ദൈവമേ പാപിയായ എന്നിൽ കനിയണമേ എന്ന് പ്രാർത്ഥിച്ചു. ആ ഒരു ബോധ്യമാണ് നമുക്ക് വരേണ്ടത്. ഞാൻ പാപിയാണ്. ദൈവത്തിന്റെ മുന്നിൽ വന്നു നിൽക്കുമ്പോൾ പറയേണ്ടത്, ഞാൻ പാപിയാണ്, യേശുവേ ഞാൻ പാപിയാണ്, എന്നിൽ കനിയണമേ എന്നാണ് ആ ചുങ്കക്കാരൻ പ്രാർത്ഥിച്ചത്. അവിടെ സംഭവിച്ചത് എന്താ? ആ യേശുനാഥൻ ആരെയാണ് നീതീകരിച്ചത്? ഞാൻ നിങ്ങളോട് പറയുന്നു, ഇവൻ ആ ഫരിസയനേക്കാൾ നീതീകരിക്കപ്പെട്ടവനായി വീട്ടിലേക്ക് മടങ്ങി. അത് അവിടെയാണ് അതിന്റെ പോയിന്റ്. നമ്മുടെ നാം എത്രമാത്രം നമ്മെ എളിമപ്പെടുത്തുന്നു, നമ്മെ ദൈവത്തെ സന്നിധിയിൽ താഴ്ത്തുന്നു, വിനയപ്പെടുത്തുന്നു, അവിടെയാണ് വാസ്തവത്തിൽ ഉയർച്ച. ദൈവസന്നിധിയിൽ ഉയർച്ച അവിടെയാണ്. നാം പാപിയാണെന്നുള്ള ബോധ്യത്തിലേക്ക് കടന്നു വരിക. അപ്പോൾ ദൈവം നമ്മെ ഉയർത്തും. ലൂക്കായുടെ സുവിശേഷത്തിൽ 15-ാം അധ്യായത്തിലെ ധൂർത്തപുത്രന്റെ കഥയുണ്ട്.
പന്നികളെ മേയ്ക്കാൻ പോയ ധൂർത്തപുത്രൻ സുബോധം ലഭിച്ചപ്പോൾ ആകെ വിശന്ന് പൊരിഞ്ഞ് സുബോധം ലഭിച്ച ഒരു തിരിച്ചുവരവുണ്ട്. ആ തിരിച്ചുവരവ് വളരെ നാടകീയമായ തിരിച്ചുവരവാണ്. വചനം ഇങ്ങനെ പറയുന്നത്, ഞാൻ എഴുന്നേറ്റ് എൻ്റെ പിതാവിൻ്റെ അടുത്തേക്ക് പോകും. ഞാൻ അവനോട് പറയും, പിതാവേ, ആ സ്വർഗത്തിനെതിരായും നിന്റെ മുന്നിലും ഞാൻ പാപം ചെയ്തു. നിന്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടാൻ ഇനി ഞാൻ യോഗ്യനല്ല. നിന്റെ ദാസരിൽ ഒരുവനായി എന്നെ സ്വീകരിക്കണമേ. അവൻ എഴുന്നേറ്റ് പിതാവിന്റെ അടുത്തേക്ക് ചെന്നു. ദൂരെ വെച്ച് തന്നെ പിതാവ് അവനെ കണ്ടു. അവൻ മനസ്സലിഞ്ഞ് ഓടിച്ചെന്ന് അവനെ കെട്ടിപ്പിടിച്ച് ചുംബിച്ചു. മകൻ പറഞ്ഞു, പിതാവേ, സ്വർഗത്തിനെതിരായും നിന്റെ മുമ്പിലും ഞാൻ പാപം ചെയ്തു. നിന്റെ പുത്രൻ വിളിക്കപ്പെടാൻ ഞാൻ യോഗ്യനല്ല. ഇതാണ് ഒരു പാപിയുടെ ഒരു മനോഭാവം. ഞാൻ പാപം ചെയ്തു എന്ന് ഏറ്റുപറയാണ്. ഞാൻ പാപിയാണ്, ഞാൻ അങ്ങയുടെ മുന്നിൽ നിൽക്കാൻ യോഗ്യനല്ല, എനിക്ക് ഒരു യോഗ്യതയുമില്ല, പാപിയാണ് ഞാൻ. ആ പാപിയാണ് എന്ന് ഉള്ളുകൊണ്ട് ഏറ്റുപറയുന്ന ഒരു മകനെ നമ്മുടെ നല്ലവനായ ദൈവം കെട്ടിപ്പിടിച്ച് ചുംബിക്കാതിരിക്കുന്നു. ഈ തിരിച്ചുവരവല്ലേ പിതാവായി ദൈവം ആഗ്രഹിക്കുന്നത്? പിന്നെന്താ സംഭവിച്ചത്? അവനെ മുദ്രമോതിരം അണിയിക്കുന്നു, പട്ടുവസ്ത്രം അണിയിക്കുന്നു, വലിയ വിരുന്നൊരുക്കുന്നു. ഇതാണ് വിനയത്തിന്റെ, അല്ലെങ്കിൽ ഞാൻ പാപിയാണ് എന്ന് ഏറ്റുപറയുന്നതിൻ്റെ ഒരു സമ്മാനം. സ്നേഹമുള്ളവരെ, നമ്മൾ ഇന്നത്തെ വിജയദിനത്തിലൂടെ കടന്നുപോയ ആ മുഹൂർത്തങ്ങൾ ലൂക്കയുടെ സുവിശേഷത്തിൽ കൂടെയാണ് നമ്മൾ കടന്നുപോയത്. നമ്മൾ ആദ്യം പത്രോസിനെ കണ്ടു. ആ പത്രോസ് പാപിയാണെന്ന് ഏറ്റുപറഞ്ഞപ്പോൾ, ഞാൻ പാപിയാണ്, എന്നെ വിട്ടു പോവുക എന്ന് പറഞ്ഞപ്പോൾ അവന് ലഭിച്ചത് സഭയുടെ നേതൃത്വമാണ്. നല്ല കള്ളൻ കുരിശിൽ കിടന്ന് അവൻ ഏറ്റുപറഞ്ഞപ്പോൾ, ഞാൻ പാപിയാണെന്ന് ഏറ്റുപറഞ്ഞപ്പോൾ അവന് ലഭിച്ചത് ഉടൻപറുദീസയാണ്. സക്കറൂസ് ജനമധ്യത്തിൽ എഴുന്നേറ്റ് നിന്ന് ഞാൻ വഞ്ചകനാണ്, പാപിയാണെന്ന് ഏറ്റുപറഞ്ഞപ്പോൾ അവന് ലഭിച്ചത് നിത്യരക്ഷയാണ്. ഫരിസേയനും ചുങ്കക്കാരൻ മാറത്തടിച്ചുകൊണ്ട് നിലവിളിച്ചു പറഞ്ഞപ്പോൾ, ഞാൻ പാപിയാണെന്ന് പറഞ്ഞപ്പോൾ അവനെ നീതീകരിക്കപ്പെട്ടവനായി മാറ്റുകയാണ്. ധൂർത്തപുത്രൻ ലഭിച്ചത് എന്താ? പുത്രസ്ഥാന ലബ്ധിയാണ് അവിടെ ലഭിച്ചത്. പുത്രസ്ഥാനം തിരിച്ചു കിട്ടുകയാണ് ധൂർത്തപുത്രന്. ഇവരുടെയൊക്കെ ജീവിതത്തിൽ, ഇവരുടെയൊക്കെ ഈ ഉദാഹരണങ്ങളിൽ നിന്ന് മനസ്സിലാക്കുന്ന ഒരു പൊതുവായ തത്വം ഇതാണ്: ഞാൻ പാപിയാണ് എന്ന സത്യം അംഗീകരിക്കുക, പ്രഖ്യാപിക്കുക ദൈവത്തിന്റെ മുന്നിൽ. ദൈവത്തിന് ഏറ്റവും ഇഷ്ടപ്പെട്ടതാണ് ഞാൻ പാപിയാണ് എന്നുള്ള ഏറ്റുപറച്ചിൽ. നമ്മുടെ ജീവിതത്തിൽ പല ന്യായീകരണങ്ങളും നമ്മൾ പറയും. ഞാൻ ഒന്നും ചെയ്യുന്നില്ല എന്നൊക്കെ പറയും. പാപം ചെയ്യുന്നില്ല, ഞാൻ അത്ര കുഴപ്പമുള്ള ആളൊന്നുമല്ല എന്നൊക്കെ വിചാരിക്കുന്നുണ്ടാവും. പക്ഷെ ഓർക്കുക, സഭയെ കെട്ടിപ്പടുക്കുന്നതിൽ ആ ഉന്നത സ്ഥാനം വഹിച്ച വിശുദ്ധ പൗലോസ്ലീഹ അടക്കം പറഞ്ഞു, ഞാൻ പാപികളിൽ ഒന്നാമനാണെന്ന് പറഞ്ഞു. അങ്ങനെയെങ്കിൽ നമ്മുടെയൊക്കെ അവസ്ഥ എന്താ? നമ്മുടെ ജീവിതത്തിൽ ദൈവസന്നിധിയിൽ നമ്മൾ എത്തുമ്പോൾ, ദൈവത്തെ വിളിച്ച് യാചിക്കുന്നതിന് മുമ്പ് നമുക്ക് ഇങ്ങനെ ഒന്ന് പറയാം: യേശുവേ, ഞാൻ അവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ, ഞാൻ പാപിയാണ്, എന്നോട് കനിയണമേ, എൻ്റെ പാപത്തെ അങ്ങ് കാണുന്നുണ്ടല്ലോ എന്ന് പറയാൻ ആ ഒരു മനോഭാവം, ആ ഒരു പാപബോധം നമുക്ക് ലഭിക്കാൻ, കുറ്റബോധമല്ല, പാപബോധം, ആ പാപബോധം, പശ്ചാത്താപം എന്നിലുണ്ടാവാൻ നമുക്ക് പ്രാർത്ഥിക്കാം. നന്ദി. പൂർണ്ണ മനസ്സോടും പൂർണ്ണ ഹൃദയമോടും
ഞാൻ സ്നേഹിക്കുന്നു. പൂർണ്ണ മനസ്സോടും പൂർണ്ണ ഹൃദയമോടും പൂർണ്ണാത്മാവോടും ദൈവമേ നിന്നെ ഞാൻ സ്നേഹിക്കുന്നു. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ എന്നുമെന്നും നിനക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ എന്നുമെന്നും നിനക്കാരാധന. ഈ ലോകമോഹങ്ങളേക്കാൾ ഈ ലോകവിജ്ഞാനത്തേക്കാൾ എല്ലാറ്റിലും ഉപരിയായി ഈശോയെ നിന്നെ ഞാൻ സ്നേഹിക്കുന്നു. ഈ ലോകമോഹങ്ങളേക്കാൾ ഈ ലോകവിജ്ഞാനത്തേക്കാൾ എല്ലാറ്റിലും ഉപരിയായി. ഈശോയിൽ സ്നേഹം നിറഞ്ഞവരെ, നമുക്ക് ആരാധനയ്ക്കായി ഒരുങ്ങാം. നമ്മുടെ മനസ്സുകളെ ഏകാഗ്രമാക്കിക്കൊണ്ട് ഈശോയുടെ തിരുസന്നതിയിലാണ് നാം ആയിരിക്കുന്നെന്നുള്ള ചിന്ത നമ്മിലേക്ക് കടന്നു വരട്ടെ. അപ്പത്തിൻ്റെ രൂപത്തിൽ അൾത്താരയിൽ എഴുന്നള്ളിയിരിക്കുന്ന ഈശോയെ നമ്മുടെ മനസ്സുകൊണ്ട്, നമ്മുടെ ഉൾക്കണ്ണുകൊണ്ട് നമുക്കൊന്ന് കാണാം. സ്വർഗം വിട്ട് ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന നമ്മുടെ ദൈവം ഇന്ന് നമ്മോടൊപ്പം വസിക്കുന്നു. ഈ ലോകത്തിൽ മനുഷ്യനായി ജനിച്ച് ജീവിച്ച് മനുഷ്യരാൽ വധിക്കപ്പെട്ട് ദൈവത്താൽ ഉയർപ്പിക്കപ്പെട്ട് ഇന്ന് നമ്മോടൊത്ത് കഴിയുന്ന, നമ്മോടൊപ്പമായിരിക്കുന്ന, പരിശുദ്ധ കുർബാനയിലൂടെ അനുദിനവും നമ്മിലേക്ക് കടന്നു വരുന്ന നമ്മുടെ ദൈവത്തെ നമുക്ക് ആരാധിക്കാം. സമരിയാക്കാരി സ്ത്രീയോട് ഈശോ പറയുന്നു, ഈ മലയിലോ ഉയർന്ന മലകളിലോ അല്ല ദൈവം വസിക്കുന്നത്, ആത്മാവിലും സത്യത്തിലുമാണ് ദൈവം വസിക്കുന്നത്. ആത്മാവിലും സത്യത്തിലും ദൈവത്തെ ആരാധിക്കുന്ന സമയം വന്നു കഴിഞ്ഞു എന്ന് സമരിയാക്കാരി സ്ത്രീയോട് പറയുന്നു. അതേ പ്രിയപ്പെട്ടവരെ, ആത്മാവാൻ ദൈവത്തെ നമുക്ക് ആരാധിക്കാം. നമ്മുടെ ഉള്ളിൽ വസിക്കുന്ന നമ്മുടെ ദൈവത്തിന് നമുക്ക് ആരാധന അർപ്പിക്കാം. ആയിരിക്കുന്നവനും ആയിരുന്നവനും വരാനിരിക്കുന്നവനും സർവശക്തനുമായ ദൈവം പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായത്തിൻ്റെ 16-ാം തിരുവചനം ഇപ്രകാരം പറയുന്നു, എന്തെന്നാൽ അവനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കുന്നതിന് വേണ്ടി തൻ്റെ ഏകജാതനെ നൽകാൻ തക്കവിധം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു. അതേ പ്രിയപ്പെട്ടവരെ, ദൈവം നമ്മെ സ്നേഹിച്ചതിൻ്റെ കണക്ക് അവിടുത്തെ പുത്രനെ നമുക്കായി നൽകിക്കൊണ്ടായിരുന്നു. ഇത്രമാത്രം സ്നേഹിച്ച ഒരു ദൈവത്തിന് പകരം കൊടുക്കുവാനായിട്ട് ഈ ആരാധനയുടെ സമയത്ത് എൻ്റെ കയ്യിൽ എൻ്റെ പാപങ്ങളല്ലാതെ മറ്റൊന്നുമില്ല. പ്രിയപ്പെട്ടവരെ, ഒരു നിമിഷം നമുക്ക് ദൈവത്തിൻ്റെ തിരുസന്നിധിയിൽ
കണ്ണുകൾ അടച്ചുകൊണ്ട് നമ്മുടെ മനസ്സിനെ ഏകാഗ്രമാക്കിക്കൊണ്ട് എന്നിലേക്ക് തന്നെ ഒന്ന് തിരിഞ്ഞ് ദൈവത്തിനു മുൻപിൽ നിൽക്കുവാനുള്ള യോഗ്യത എനിക്കുണ്ടോ എന്ന് നമുക്കൊന്ന് ചിന്തിക്കാം. ദൈവത്തെ ആരാധിക്കുകയും സ്തുതിക്കുകയും ചെയ്യുവാനായിട്ട് നാം ഇവിടെ ഒരുമിച്ച് കൂടിയിരിക്കുന്ന ഈ സമയത്ത് എനിക്ക് വേണ്ടി കാൽവരിയിൽ ബലിയായിത്തീർന്ന, എനിക്ക് വേണ്ടി മറ്റുള്ളവരുടെ കരങ്ങളാൽ കൊല്ലപ്പെട്ട, ഒരു പരാതിയും കൂടാതെ ഈ വേദനകളെല്ലാം ഏറ്റെടുത്ത് കൊല ചെയ്തവർക്ക് വേണ്ടി കുരിശിൽ കിടന്ന് പ്രാർത്ഥിച്ച് സഹനത്തിൻ്റെ ക്ഷമയുടെ മാതൃക നൽകിയ ദൈവത്തെ നമുക്ക് ആരാധിക്കാം. ലോകത്തെ സ്നേഹിക്കുവാനായിട്ട്, ലോകത്തെ മനുഷ്യരെ കൂടെ നിർത്തി നിത്യജീവൻ നൽകുവാനായിട്ട് മനുഷ്യനായി അവതരിച്ച ഈശോയെ നമുക്ക് പാടി ആരാധിക്കാം. നീ എൻ്റെ സംഗീതവും നീ എൻ്റെ കോട്ടയും നീ എൻ്റെ പ്രാണനാഥൻ നീ ദൈവം നീ എൻ്റെ സംഗീതവും നീ എൻ്റെ കോട്ടയും നീ എൻ്റെ പ്രാണനാഥൻ നീ ദൈവം. ആരാധിക്കും ഞാൻ പൂർണ്ണഹൃദയമോടെ, തേടും നിൻ മുഖം ജീവകാലമെല്ലാം, സേവിച്ചിടും ഞാനെൻ സർവവുമായി അടിയനിതാ അടിയനിതാ ദേവാ അടിയനിതാ ദേവാ അടിയനിതാ ദേവാ അടിയനിതാ. നീ എൻ്റെ രക്ഷകനും നീ എൻ്റെ വൈദ്യനും നീ എൻ്റെ ആലംബവും നീ ദൈവം നീ എൻ്റെ രക്ഷകനും നീ എൻ്റെ വൈദ്യനും നീ എൻ്റെ ആലംബവും നീ ദൈവം. ആരാധിക്കും ഞാൻ പൂർണ്ണഹൃദയമോടെ, തേടും നിൻ മുഖം ജീവകാലമെല്ലാം, സേവിച്ചിടും ഞാനെൻ സർവവുമായി അടിയനിതാ അടിയനിതാ ദേവാ അടിയനിതാ ദേവാ അടിയനിതാ ദേവാ അടിയനിതാ അടിയനിതാ. Praise the Lord. Hallelujah. Hallelujah.
8-ാം സങ്കീർത്തനത്തിലെ 4-ാം തിരുവചനം മുതൽ ഇപ്രകാരം പറയുന്നു: അവിടുത്തെ ചിന്തയിൽ വരാൻ മാത്രം മർത്യന് എന്ത് മേന്മയുണ്ട്. അവിടുത്തെ പരിഗണന ലഭിക്കാൻ മനുഷ്യപുത്രന് എന്ത് അർഹതയാണുള്ളത്. എന്നിട്ടും അവനെ ദേവദൂതന്മാരെക്കാൾ അല്പം മാത്രം താഴ്ത്തി മഹത്വവും ബഹുമാനവും കൊണ്ട് മകുടമണിയിച്ചു. അങ്ങ് സ്വന്തം കരവേലകൾക്ക് മേൽ അവന് ആധിപത്യം നൽകി. എല്ലാറ്റിനെയും അവൻ്റെ പാദത്തിൻ കീഴിലാക്കി. ആടുകളെയും കാളകളെയും വന്യമൃഗങ്ങളെയും ആകാശത്തിലെ പറവകളെയും സമുദ്രത്തിലെ മത്സ്യങ്ങളെയും കടലിൽ സഞ്ചരിക്കുന്ന സകലതിൻ്റെയും തന്നെ. കർത്താവേ, ഞങ്ങളുടെ കർത്താവേ, ഭൂമിയിലെങ്ങും അങ്ങയുടെ നാമം എത്ര മഹനീയമാണ്. അതേ കർത്താവേ, ഈ ദൈവത്തെ നമുക്ക് ആരാധിക്കാം. എന്നെ സകലതും നൽകി അനുഗ്രഹിച്ച്, പ്രത്യേകിച്ച് ഈ മഹാമാരിയുടെ കാലഘട്ടങ്ങളിലെല്ലാം എന്നെ കാത്തു പരിപാലിച്ച ദൈവത്തെ നമുക്ക് ആരാധിക്കാം. കഴിഞ്ഞ നാളുകളിൽ എൻ്റെ ജീവിതത്തിലേക്ക് അവിടുന്ന് നൽകിയ അനവധിയായ നന്മകളെ ഓർത്ത് നമുക്ക് ദൈവത്തെ ആരാധിക്കാം. ഈ രാജ്യത്ത് ഒരു ജോലി നൽകി എന്നെ അനുഗ്രഹിച്ച ദൈവത്തെ നമുക്ക് ആരാധിക്കാം. നമ്മുടെ മാതാപിതാക്കളെയും സഹോദരീ സഹോദരങ്ങളെയും ബന്ധുമിത്രാദികളെയും എല്ലാം ഓർത്ത് നമുക്ക് ദൈവത്തെ ആരാധിക്കാം. നമ്മുടെ മാതൃരാജ്യത്തെ ഓർത്ത് മാതൃരാജ്യത്തിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ദൈവത്തെ ആരാധിക്കാം. സർവശക്തനായ എൻ്റെ ദൈവത്തെ നമുക്ക് ആരാധിക്കാം. ആകാശവും ഭൂമിയും സൃഷ്ടിച്ച സർവശക്തനായ ദൈവമേ, അങ്ങയെ ഞങ്ങൾ ആരാധിക്കുന്നു. ഈ കാലഘട്ടത്തിൽ ദൈവമേ, ഞങ്ങൾക്ക് ആവശ്യമായതെല്ലാം നൽകി അവിടുന്ന് ഞങ്ങളെ അനുഗ്രഹിച്ചതിനെ ഓർത്തുകൊണ്ട് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. ഈശോയെ, അവിടുത്തെ ആരാധിക്കുന്ന ഈ നിമിഷങ്ങളിൽ ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുകയാണ്. ഈ രാജ്യത്തിൻ്റെ ഭരണാധിപന്മാർക്കും ഈ രാജ്യത്തിലുള്ള എല്ലാവർക്കും വേണ്ടിയിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കത്തോലിക്ക തിരുസഭയെ ഓർത്തുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. സഭയെ നയിക്കുന്ന ഫ്രാൻസിസ് മാർപ്പാപ്പയെ ഓർത്ത് മാർപ്പാപ്പയ്ക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. എല്ലാ മെത്രാന്മാർക്കും സഭയിലുള്ള എല്ലാ വൈദികർക്കും ലോകം മുഴുവനുമുള്ള സകല നേതാക്കന്മാർക്കും ജനങ്ങൾക്കും വേണ്ടിയിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. രോഗികളായ മക്കളെ ഓർത്തുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ജോലിയില്ലാതെ വിഷമിക്കുന്ന മക്കളെ ഓർത്തുകൊണ്ട് കർത്താവെ ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. സാമ്പത്തിക കടബാധ്യതകളാൽ വിഷമിക്കുന്ന മക്കൾക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. എല്ലാ കുടുംബങ്ങൾക്ക് വേണ്ടിയിട്ടും ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. ഞങ്ങളുടെ പ്രാർത്ഥനകളുടെ മേലെ ദൈവമേ അവിടുന്ന് കൃപ ചൊരിയണമേ എന്ന് ഞങ്ങൾ അങ്ങയോട് ഞങ്ങൾ താഴ്മയായി അപേക്ഷിക്കുന്നു. എനിക്ക് സഹായം എവിടെ നിന്ന് വരും? ആകാശവും ഭൂമിയും സൃഷ്ടിച്ച സർവശക്തനായ ദൈവത്തിൽ നിന്ന്. അതെ ഈശോയെ, ഞങ്ങൾ അങ്ങയിൽ വിശ്വസിക്കുകയാണ്. ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങളുടെ മേലും അവിടുന്ന് ഇടപെട്ടു എന്ന് ഞങ്ങൾ വിശ്വസിച്ചുകൊണ്ട് വീണ്ടും ഞങ്ങൾ അങ്ങയെ പാടി ആരാധിക്കുന്നു. ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ദേവകുഞ്ഞാടേ ആത്മ
ദൈവപിതാവേ സ്നേഹദാതനേ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. പരിശുദ്ധാത്മാവേ ജീവാനേ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. ഹല്ലേലൂയ 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 ആമേൻ. ആരാധിക്കുന്നു ഞങ്ങൾ ആരാധിക്കുന്നു. ഹല്ലേലൂയ ആമേൻ. ഉദ്ധിതനായവനേ യേശുരാജനേ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. ലോകരക്ഷകനേ പാപമോചകനേ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. ഹല്ലേലൂയ 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 ആമേൻ. ആരാധിക്കുന്നു ഞങ്ങൾ ആരാധിക്കുന്നു. ഹല്ലേലൂയ ആമേൻ. ആരാധിക്കുന്നു ഞങ്ങൾ ആരാധിക്കുന്നു. ഹല്ലേലൂയ ആമേൻ. ആൾക്കാരിൽ എഴുന്നേൽപ്പിക്കുന്ന ഈശോയിലേക്ക് നമ്മുടെ കണ്ണുകളെ നമുക്കൊന്ന് ഉയർത്താം. ഇതാ ദൈവത്തിൻ്റെ കൂടാരം മനുഷ്യരോട് കൂടെ, അവിടുന്ന് അവരോടൊത്ത് വസിക്കും, അവരോടത്തെ ജനമായിരിക്കും, അവിടുന്ന് അവരോടുകൂടെ ആയിരിക്കുകയും ചെയ്യും. അവിടുന്ന് അവരുടെ മിഴികളിൽ നിന്ന് കണ്ണുനീർ തുടച്ചു നീക്കും. ഇനി മരണമുണ്ടായിരിക്കുകയില്ല, ഇനിമേൽ ദുഃഖമോ ഉറവിളിയോ വേദനയോ ഉണ്ടാവുകയില്ല, പഴയതെല്ലാം കടന്നുപോയി. വെളിപാട് പുസ്തകം 21-ാം അധ്യായത്തിൻ്റെ 3-ാം തിരുവചനം. അത് പ്രിയപ്പെട്ടവരെ, നമ്മോടൊത്ത് വസിക്കുന്ന നമ്മുടെ ദൈവത്തെ ഒരിക്കൽ കൂടി നമുക്ക് നമ്മുടെ കരങ്ങൾ ഉയർത്തി ഒന്ന് സ്തുതിക്കാം. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. എന്നെന്നും നമ്മോടൊപ്പം വസിക്കുന്ന പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ലോകാവസാനം വരെ നമ്മോടൊത്ത് വസിക്കുന്ന പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോ മിശിഹായ്ക്ക്